ഹലോ ഓൾ, വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിസിയോളജിയിൽ ഒരു റീനൽ സിസ്റ്റം ഇല്ല, അതിലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കൗണ്ടർ കറണ്ട് മെക്കാനിസം. നമ്മൾ പ്രീവിയസ് ഇയർ നോക്കുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഷോർട്ട് എസ്സേ, ഷോർട്ട് നോട്ട്, അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് എസ്സേയുടെ ഒരു പാർട്ടായിട്ടൊക്കെ. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കൗണ്ടർ കറണ്ട് മെക്കാനിസം ഫോർ യൂറിൻ കോൺസെൻട്രേഷൻ. അത് എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? Okay, it depends upon generation and maintenance of an increasing osmolality gradient along the medullary pyramid from its outer layer to its deepest part. നമ്മുടെ കിഡ്നിക്ക് ഒരു മെഡുലറി പിരമിഡില്ലേ, അപ്പം മെഡുലറി പിരമിഡിന് അലോങ് ആയിട്ടൊരു ഓസ്മോലാലിറ്റി ഗ്രേഡിയൻ്റ് ഉണ്ട്. അതിൻ്റെ ജനറേഷനും മെയിൻ്റനൻസിനൊക്കെയാണ് ഈ കൗണ്ടർ കറണ്ട് മെക്കാനിസം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഓസ്മോലാലിറ്റി ഗ്രേഡിയൻറ്റ് ഇറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ലൂപ്പ് ഓഫ് ഹെൻലി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനെ കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലയർ എന്നാണ് പറയുന്നത്. അതേസമയം ഓസ്മോലാലിറ്റി ഗ്രേഡിയൻറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ വാസറക്റ്റ്. അപ്പം ഇത് ആക്ട് ആസ് കൗണ്ടർ കറണ്ട് എക്സ്ചേഞ്ചർ. ചിലപ്പോൾ ഷോർട്ടസ്റ്റ് ആയിട്ട് ജസ്റ്റ് കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലയർ അല്ലെങ്കിൽ കൗണ്ടർ കറണ്ട് എക്സ്ചേഞ്ചർ അങ്ങനെയൊക്കെ ചോദിക്കുന്നു. ഓക്കെ, അപ്പം ഗ്രേഡിയൻറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ലൂപ്പ് ഓഫ് ഹെൻലി, മെയിൻറ്റെയിൻഡ് ബൈ വാസറക്റ്റ്. അത് നമ്മൾ കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലയറിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഫിഗർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്താണ് ഫിഗറാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലിയിലെ ഡിസെൻഡിങ് ലിംബ് കണ്ടോ? ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ലിംബ് എന്താ കാണാൻ പറ്റുന്നത്? വാട്ടറൊക്കെ നല്ലോണം ഫ്ലൂയിഡിൻ ഇൻഡർസ്റ്റീഷ്യത്തിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് ഹൈലി പെർമിയബിൾ ടു വാട്ടർ. അതുകൊണ്ടാണല്ലോ വാട്ടർ പോയത്. അതുപോലെ ഇൻപെർമിയബിൾ ടു സൊല്യൂട്ട്. അപ്പോൾ എന്താ, ഈ ഫ്ലൂയിഡ് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിൽ നിങ്ങൾ താഴോട്ട് പോകുന്നതോറും വാട്ടർ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്താ, അതിൻ്റെ അകത്ത് ഫ്ലൂയിഡ് ഭയങ്കരമായിട്ട് ഹൈപ്പർട്ടോണിക് ആയിട്ട് മാറിയിട്ടുണ്ട്. ലൂപ്പ് ഓഫ് ഹെൻലിയുടെ ആ ടിപ്പിലൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ കാണുന്നത്? ടിപ്പ് ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ ദ ടിപ്പ് ഓഫ് ലൂപ്പ് ഈസ് ഹൈലി കോൺസെൻട്രേറ്റഡ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഓസ്മോലാലിറ്റി ഈസ് മോർ ദാൻ ദ ഇൻഡർസ്റ്റീഷ്യൽ ഓസ്മോലാലിറ്റി. ഇൻഡർസ്റ്റീഷ്യൽ ഓസ്മോലാലിറ്റിക്കാളും ലൂപ്പ് ഓഫ് ഹെൻലിയുടെ ടിപ്പിലുള്ള ഓസ്മോലാലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. കാരണം വാട്ടർ അത്രയ്ക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഫ്ലൂയിഡ് നല്ലോണം ഹൈപ്പർട്ടോണിക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി മനസ്സിലായല്ലോ ആ കൺസെപ്റ്റ്. ഇനി അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി, അതിന് തിൻ അസെൻഡിങ് ലിംബ് ഓഫ് അസെൻഡിങ് ലിംബും ഉണ്ട്, അതുപോലെ തിക്കായിട്ടുള്ള അസെൻഡിങ് ലിംബും ഉണ്ട്. ആദ്യം നമ്മൾ തിൻ അസെൻഡിങ് ലിംബ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ കണ്ടോ, നമ്മുടെ NaCl ഒക്കെ അല്ലെങ്കിൽ സൊല്യൂട്ടൊക്കെ നമ്മുടെ ഫ്ലൂയിഡിൽ നിന്ന് ഇൻഡർസ്റ്റീഷ്യത്തിലേക്ക് പോകുന്നില്ലേ? ഉണ്ട്. അപ്പം എന്താണ് ഈ തിൻ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി? ഇറ്റ് ഈസ് പെർമിയബിൾ ടു സൊല്യൂട്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ NaCl ഒക്കെ പോയത്. അതുപോലെ ഇറ്റ് ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ. അപ്പോൾ എന്താ, സൊല്യൂട്ട്സ് പാസീവ്ലി ട്രാൻസ്പോർട്ട് ഫ്രം ഹൈപ്പർട്ടോണിക് ട്യൂബുലർ ഫ്ലൂയിഡ് ടു ഇൻഡർസ്റ്റീഷ്യം. ഇപ്പം നമ്മുടെ ടിപ്പ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി വരെ ഭയങ്കര ഹൈപ്പർട്ടോണിക് ഫ്ലൂയിഡായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് സൊല്യൂട്ടൊക്കെ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ഇൻഡർസ്റ്റീഷ്യത്തിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, സോ വെൻ ദ ഫ്ലൂയിഡ് പാസസ് ത്രൂ ദ തിൻ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി, എക്സ്ട്രാ സൊല്യൂട്ട്സ് ആണ് ഇൻഡർസ്റ്റീഷ്യത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. കണ്ടോ, NaCl ഒക്കെ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഹെൽപ്സ് ഇൻ ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻഡർസ്റ്റീഷ്യൽ ഓസ്മോലാലിറ്റി. അതുകൊണ്ടാണ് നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലിനെ കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലയർ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ കാരണം എന്താ, NaCl ഒക്കെ തിൻ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ NaCl ഒക്കെ പൊക്കോണ്ടിരിക്കുമല്ലേ? അപ്പോൾ ഇൻഡർസ്റ്റീഷ്യത്തിലേക്കാണ് ആ സൊല്യൂട്ട് എൻ്റർ ചെയ്യുന്നത്. അതുവഴി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻഡർസ്റ്റീഷ്യൽ ഓസ്മോലാലിറ്റി. അപ്പോൾ തിൻ അസെൻഡിങ് ലിംബും കഴിഞ്ഞു. ഇനി തിക്ക് അസെൻഡിങ് ലിംബാണ് പറയാൻ പോകുന്നത്. തിക്ക് അസെൻഡിങ് ലിംബിൽ എന്താ കണ്ടോ, NaCl ഒക്കെ പോകുന്നുണ്ടല്ലോ. ഇവിടുത്തെ മെക്കാനിസം എങ്ങനെയാണ് നമുക്ക് നോക്കാം. Thick ascending limb of loop of Henle. Na plus and Cl minus are actively transported from the fluid to interstitium. ആര് വഴി? ഈ Na plus K plus ATPase വഴി Na plus Cl minus പോലത്തെ സൊല്യൂട്ടില്ലേ, അത് ട്യൂബുലർ ഫ്ലൂയിഡിൽ നിന്ന് ഇൻഡർസ്റ്റീഷ്യത്തിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അതുവഴി ഇപ്പോൾ നമ്മൾ നേരത്തെ തിൻ അസെൻഡിങ് ലിംബിൽ നമ്മൾ കണ്ടു, സൊല്യൂട്ട് ഇൻഡർസ്റ്റീഷ്യത്തിലേക്ക് പോകുന്നു, ഇൻഡർസ്റ്റീഷ്യൽ ഓസ്മോലാലിറ്റി കൂടുന്നു. അതുപോലെ തിക്ക് അസെൻഡിങ് ലിംബിൽ നിന്നും സൊല്യൂട്ട് പോകുന്നുണ്ടും, അതുവഴിയും ഇൻഡർസ്റ്റീഷ്യൽ ഓസ്മോലാലിറ്റി കൂടിയിട്ടുണ്ട്. ആൻഡ് ദിസ് മേക്ക് ദ ട്യൂബുലർ ഫ്ലൂയിഡ് എൻ്റർ ദ ഡിസ്റ്റൽ ട്യൂബ്യൂൾ ഹൈപ്പർട്ടോണിക്. ഓക്കെ, കാരണം നമ്മൾ അറിയാലോ, ലൂപ്പ് ഓഫ് ഹെൻലിയുടെ അസെൻഡിങ് ലിംബ് കഴിഞ്ഞിട്ട് നേരെ പോകുന്ന ഡിസെൻഡിങ് കൺവലേറ്റഡ് ട്യൂബ്യൂളാണല്ലോ. അപ്പം ആ DCTയിലേക്കല്ലേ പോണേ. അപ്പം ഇപ്പം നമ്മുടെ ഫ്ലൂയിഡ് എന്താ, നമ്മുടെ സൊല്യൂട്ടൊക്കെ പോയി ഫ്ലൂയിഡ് ഭയങ്കര ഹൈപ്പോട്ടോണിക് ആയിട്ടുണ്ട്. അപ്പോൾ DCTയിൽ എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡ് എങ്ങനത്തെ ഫ്ലൂയിഡ് ആയിരിക്കും? ഹൈപ്പോട്ടോണിക് ഫ്ലൂയിഡ് ആയിരിക്കും. ഓക്കെ, ദെൻ ദ കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലയർ റോൾ ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ലെന്ത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം മെഡുലറി നെഫ്രോണും ഉണ്ട്, കോർട്ടിക്കൽ നെഫ്രോണും ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിലെ മെഡുലറി നെഫ്രോണിൻ്റെ ലൂപ്പ് ഓഫ് ഹെൻലിയാണ് ഭയങ്കരമായിട്ട് ലോങ്ങർ ദാൻ കോർട്ടിക്കൽ നെഫ്രോൺ. ഓക്കെ, അതുകൊണ്ട് തന്നെ മെഡുലറി ഇൻഡർസ്റ്റീഷ്യത്തിലായിരിക്കും ഹയർ ഓസ്മോലാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന് കാരണം അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, തിൻ അസെൻഡിങ് ലിംബിലും തിക്ക് അസെൻഡിങ് ലിംബിലൊക്കെ അവിടെ നിന്ന് സൊല്യൂട്ട് പോകുന്നുണ്ടല്ലോ ഫ്ലൂയിഡിൽ നിന്ന് ഇൻഡർസ്റ്റീഷ്യത്തിലേക്ക്. അപ്പം ലോങ്ങർ ആയിട്ടുള്ള തിൻ അസെൻഡിങ് ലിംബ് അല്ലെങ്കിൽ ലോങ്ങർ ആയിട്ടുള്ള തിൻ അസെൻഡിങ് ലിംബ് ആകുമ്പം അത്രയും സൊല്യൂട്ട് നമ്മുടെ ഫ്ലൂയിഡിൽ നിന്ന് ഇൻഡർസ്റ്റീഷ്യത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡുലറി ഇൻഡർസ്റ്റീഷ്യത്തിലെ ഓസ്മോലാലിറ്റി ആയിരിക്കും നല്ലോണം കൂടുതൽ.
ഓക്കെ, അപ്പം കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലയറിനെ പറ്റി മനസ്സിലായല്ലോ. ജസ്റ്റ് ഈ ഒരു ഫിഗർ നമുക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫിഗർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയുടെ കാര്യം, അസെൻഡിങ് ലിംബ് അതിൻ്റെ തിൻ ആയിക്കോട്ടെ തിക്ക് ആയിക്കോട്ടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഒരു കളക്റ്റിംഗ് ഡക്റ്റ്, കിഡ്നിയുടെ ഒരു പാർട്ടാണല്ലോ കളക്റ്റിംഗ് ഡക്റ്റ്. കളക്റ്റിംഗ് ഡക്റ്റ് എന്താ ചെയ്യുന്നത്? ഓസ്മോട്ടിക് ഇക്വിലിബ്രേറ്റിംഗ് ഡിവൈസ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു യൂറിനറി കോൺസെൻട്രേഷൻ ബൈ 2 ways. അപ്പം ഇത് ഓസ്മോട്ടിക് ഇക്വിലിബ്രേറ്റിംഗ് ഡിവൈസാണ് ആക്ട് ചെയ്യുന്നത്. ഇനി യൂറിനറി കോൺസെൻട്രേഷൻ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് പറയാം? 2 വഴിയാണ്. ഒന്ന്, കളക്റ്റിംഗ് ഡക്റ്റ് ഈസ് പെർമിയബിൾ ടു വാട്ടർ. ഓക്കെ, അപ്പോൾ നോക്കണം, കളക്റ്റിംഗ് ഡക്റ്റ് വാട്ടറിനോട് പെർമിയബിൾ ആണ്. അപ്പോൾ എന്താണ്, വാട്ടർ അത്രയും വാട്ടർ നമ്മുടെ ഫ്ലൂയിഡിൻ്റെ ഇൻ്റർസെക്ഷനിലേക്ക് പോവുകയാണല്ലോ. അപ്പം ട്യൂബുലാർ യൂറിൻ ഹൈപ്പർട്രോണിക് ആവും. ഓക്കെ, അതുവഴി യൂറിൻ കോൺസെൻട്രേഷൻ കൂട്ടുന്നുണ്ട്. അതുപോലെ യൂറിയയും ട്യൂബുലാർ ഫ്ലൂയിഡിൽ നിന്ന് ഇൻ്റർസീഷ്യത്തിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം വാട്ടർ പോകുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അങ്ങനെ യൂറിൻ ഹൈപ്പർട്രോണിക് ആവും. രണ്ടാമത് നമ്മൾ പറയുന്നു ട്യൂബുലാർ ഫ്ലൂയിഡിൽ നിന്ന് ഇൻ്റർസീഷ്യത്തിലേക്ക് യൂറിയയും പോകുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാം, യൂറിയ പോകുമ്പോൾ യൂറിയ ഒറ്റയ്ക്കല്ല പോകുന്നത്, കൂടെ വാട്ടറിനെയും കൂടെ കൊണ്ടുപോകും. അതുവഴി വീണ്ടും വാട്ടർ കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന് പോവല്ലേ, അപ്പോഴും യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് കളക്റ്റിംഗ് ഡക്റ്റിൻ്റെ റോള്. ഇനി നമ്മൾ പറയാൻ പോകുന്ന വാസാറക്റ്റയുടെ റോള്, കൗണ്ടർ കറണ്ട് എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഓസ്മോലാർ ഗ്രേഡിയൻറ്റ് ഈസ് മെയിൻറ്റെയിൻ ബൈ വാസാറക്റ്റ. ഇവിടെയുണ്ട് ഡിസെൻഡിങ് ലിംബിലും അസെൻഡിങ് ലിംബിലൊക്കെ വ്യത്യാസം പറയാൻ പോവാം. വാസാറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബിൽ എന്താണെന്നറിയോ? സൊല്യൂട്ടാണ് വെസൽസിലേക്ക് കയറുന്നത്. ഓക്കെ, ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റ ഇതാണല്ലോ വാസാറക്റ്റ. വാസാറക്റ്റ ഡിസെൻഡിങ് ലിംബ് ഉണ്ടോ? ഡിസെൻഡിങ് ലിംബിൽ കണ്ടോ NaCl കയറുന്നത്? ഓക്കെ, അപ്പം ഈ ആരോ ഇങ്ങനെ ഇട്ടേക്കുന്നതാണ് ഡിസെൻഡിങ്. ഓക്കെ, ഇതാണ് ഡിസെൻഡിങ്, മേലേക്ക് പോകുന്നത് അസെൻഡിങ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡിസെൻഡിങ് ലിംബ് നോക്കാം. കൊണ്ട് ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റ. ഇവിടെ എന്താ, NaCl ആണ് ഡിഫ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, NaCl ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം അസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റയിലോ NaCl പുറത്തോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റിൽ NaCl അകത്തോട്ട് പോകുന്നു, അസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റിൽ NaCl പുറത്തോട്ട് പോകുന്നു. അപ്പോൾ ഇപ്പം എന്താ സ്ഥിതി? NaCl ഇപ്പോൾ ഇൻ്റർസീഷ്യത്തിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, അതുപോലെ വാട്ടറിൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോറി ഗൈസ്, അപ്പം നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത് വാട്ടറിൻ്റെ കാര്യമാണ്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റ് നോക്കാം. കണ്ടോ, വാട്ടർ പുറത്തോട്ട് പോവുകയാണ്. ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റിൽ വാട്ടർ എസ്കേപ്പ് ഔട്ട്. ഓക്കെ, അതേസമയം അസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റിലോ വാട്ടർ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ വാസാറക്റ്റ് നോക്കുവാണെങ്കിൽ ഇപ്പം നെറ്റ് എഫക്റ്റ് എന്താണ്? വാട്ടർ തിരിച്ച് വാസാറക്റ്റയുടെ ഫ്ലൂയിഡിലേക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ NaCl നമ്മുടെ സൊല്യൂട്ട് ഇൻ്റർസീഷ്യത്തിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഓസ്മോലാലിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണല്ലോ നമ്മുടെ വാസാറക്റ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓസ്മോളൽ ഗ്രേഡിനെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. ഇൻ ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റ സൊല്യൂട്ട് ഡിഫ്യൂസ് ഇൻ ടു ദ വെസൽ. ഓക്കെ, അതേസമയം അസെൻഡിങ് ലിംബിലും സൊല്യൂട്ട് ഡിഫ്യൂസ് ഔട്ട് ഓഫ് ദ വെസൽ. അപ്പോൾ ഇപ്പം വെസലിൽ നിന്ന് പുറത്താണ് സൊല്യൂട്ട് ഉള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതുവഴി ഹൈപ്പർടോണിസിറ്റി ഓഫ് ദ ഇൻ്റർസീഷ്യം ഈസ് മെയിൻറ്റെയിൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കൗണ്ടർ കറണ്ട് മെക്കാനിസം എന്ന് പറയുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫിഗർ പഠിക്കുക. ഈ ഫിഗർ നമുക്ക് എല്ലാ കാര്യങ്ങളും എഴുതാൻ വേണ്ടി പറ്റും. നമ്മൾ ഹെൻലീസ് ലൂപ്പിൻ്റെ കാര്യവും അതുപോലെ തന്നെ വാസാറക്റ്റയുടെ കാര്യം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.